നമസ്കാരം. ഞാൻ ഡോക്ടർ അക്യൂബ് ഷെയ്ഖ്, SUT ഹോസ്പിറ്റലിലെ ഓങ്കോ സർജനാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത റാവ്, SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പ്ലാസ്റ്റിക് ആൻഡ് മൈക്രോവാസ്കുലർ സർജനാണ്. ക്യാൻസർ ശസ്ത്രക്രിയയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ചികിത്സാ വിധികൾ എന്തൊക്കെയാണെന്ന് മൊത്തത്തിലൊന്ന് നോക്കാം. നമുക്ക് മെയിനായിട്ട് ഉള്ളത് സർജറി തന്നെയാണ്. ഇത് കൂടാതെ അഡ്ജുവൻ ട്രീറ്റ്മെൻറ്റ് അഥവാ അനുബന്ധ ചികിത്സകളായ കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്, മോണോക്ലോണൽ ആൻറ്റിബോഡീസ്, ഇങ്ങനെ 5 വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ബ്രസ്റ്റ് ക്യാൻസറിനുള്ളത്. ഇത് ഓരോ രോഗിക്കും ഓരോ ക്യാൻസറിൻ്റെ സ്റ്റേജിനും അനുസരിച്ച് ചിലർക്ക് 5 ട്രീറ്റ്മെൻറ്റും വേണ്ടി വരാം, ചിലർക്ക് 1-2 ട്രീറ്റ്മെൻറ്റേ വേണ്ടി വരുള്ളൂ, ചിലർക്ക് ചിലപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ അവസാനിപ്പിക്കാനും പറ്റും. ഇതാണ് ഈ 5 വിധത്തിലുള്ള നമ്മൾ എല്ലാത്തിലോട്ടും കടക്കുന്നില്ല. ശസ്ത്രക്രിയയെക്കുറിച്ച് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. ശസ്ത്രക്രിയ നമ്മൾ ആദ്യമകാലത്ത് നോക്കുകയാണെങ്കിൽ കൂടുതൽ റാഡിക്കലായിട്ട് ചെയ്യുന്നതിന് കൂടുതൽ ഫലപ്രദമായിരിക്കും എന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ ബ്രസ്റ്റിലെ ക്യാൻസർ റിമൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവിടെയുള്ള മസിലും കൂടുതലായിട്ടുള്ള സ്കിന്നും എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ കോംപ്ലിക്കേഷൻസ് ധാരാളമായിരുന്നു. കൂടാതെ കൂടുതൽ പഠനങ്ങളിലൂടെ തെളിഞ്ഞ കാര്യം, ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പേഷ്യൻറ്റിൻ്റെ സർവൈവൽ യാതൊരു വിധത്തിലും ഇമ്പ്രൂവ് ചെയ്തില്ല എന്നുള്ളതാണ്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ അനുബന്ധ ചികിത്സയായ കീമോതെറാപ്പി കൂടുതൽ ഡെവലപ്പ് ചെയ്യുകയും കീമോതെറാപ്പി എടുക്കുന്നവർക്ക് കൂടുതൽ നല്ല റിസൾട്ടുകൾ വരാൻ തുടങ്ങുകയും, അപ്പോൾ സർജറി മാത്രമല്ല അനുബന്ധ ചികിത്സയുടെ പ്രാധാന്യം നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്തതോടുകൂടി സർജറിയുടെ റാഡിക്കാലിറ്റി നമ്മൾ കുറച്ച് കൊണ്ടുവരികയും ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് കൂടുതലും ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിയും പിന്നെ സിമ്പിൾ മാസ്റ്റക്ടമിയും പിന്നെ കക്ഷത്തിലെ കഴലുകൾ നീക്കം ചെയ്യുന്നതുമായ സർജറിയിലോട്ട് നമ്മൾ ഒതുങ്ങിയിട്ടുണ്ട്. ഇതിൽ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി എന്ന് പറയുന്നത് ബ്രസ്റ്റിലെ ട്യൂമർ ഒരു വൈഡ് എക്സിഷൻ വഴി ബ്രസ്റ്റ് മുഴുവനായിട്ട് നീക്കം ചെയ്യാതെ ഒരു വൈഡ് എക്സിഷൻ വഴി ആ ട്യൂമറും അതിന് ചുറ്റുമുള്ള നോർമൽ ടിഷ്യൂവും കൂടി ചേർത്ത് റിമൂവ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ ആക്സിലയിലുള്ള കക്ഷത്തിലുള്ള ലിംഫ് നോഡുകളും നമ്മൾ നീക്കം ചെയ്യുന്നു. അതിൻ്റെ കാരണം ബ്രസ്റ്റ് ക്യാൻസറിൽ സർജറി ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും കക്ഷത്തിലെ കഴലുകളും കൂടി നീക്കം ചെയ്യണം. അതിൻ്റെ കാരണം അത് ആദ്യം സ്പ്രെഡ് ചെയ്യുന്നത് കക്ഷത്തിലെ കഴലുകളിലോട്ടാണ്. അപ്പോൾ അത് ഒരു ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഉള്ളത്, നമ്മൾ ബ്രസ്റ്റ് കൺസർവേഷൻ ചെയ്യാൻ പറ്റാത്ത രോഗികൾക്ക് സിമ്പിൾ മാസ്റ്റക്ടമിയും ആക്സിലറി ഡിസെക്ഷനും കൂടി ചെയ്യും. എല്ലാവർക്കും ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി ചെയ്യാൻ പറ്റുകയില്ല. അതിന് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ മാമോഗ്രാം വഴി അസസ് ചെയ്യുക എന്നുള്ളതാണ്. മാമോഗ്രാമിൽ ഒന്നിൽ കൂടുതൽ ട്യൂമർ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻറ്റിന് ബ്രസ്റ്റ് കൺസർവേഷൻ ചെയ്യാൻ പറ്റില്ല. കാര്യം ലോജിക് സിമ്പിളാണ്. നമ്മൾ ഫീൽ ചെയ്യുന്ന ട്യൂമർ കൂടാതെ ബ്രസ്റ്റിൽ വേറെയും ട്യൂമറുണ്ട്. അപ്പോൾ നമ്മൾ ഇത് മാത്രം റിമൂവ് ചെയ്തുകൊണ്ട് പേഷ്യൻറ്റിന് ക്യൂർ കിട്ടുന്നില്ല. അപ്പോൾ മാമോഗ്രാമിൽ ഒന്നിൽ കൂടുതൽ ക്യാൻസർ കാണിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ബ്രസ്റ്റ് കൺസർവേഷൻ ചെയ്യാൻ പാടില്ല. പിന്നെ ബ്രസ്റ്റ് കൺസർവേഷൻ്റെ ഒരു കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്, ഈ റേഡിയേഷൻ എടുക്കാൻ പേഷ്യൻറ്റിന് പറ്റണം. അതായത് ബ്രസ്റ്റ് കൺസർവേഷൻ്റെ കൂടെ എപ്പോഴും നമ്മൾ അനുബന്ധ ചികിത്സയായിട്ട് റേഡിയേഷൻ കൊടുക്കും. അപ്പോൾ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി കഴിഞ്ഞിട്ട് റേഡിയേഷൻ എടുക്കാൻ പരിമിതിയുള്ള പേഷ്യൻ്റ്, അതായത് നേരത്തെ എന്തെങ്കിലും കാര്യത്തിന് റേഡിയേഷൻ എടുത്തിട്ടുള്ളവർ, അല്ലെങ്കിൽ റേഡിയേഷൻ എടുത്തു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുള്ള അസുഖങ്ങളുള്ളവർ, ഉദാഹരണത്തിന് ഈ കൊളാജൻ വാസ്കുലർ ഡിസീസസ് എന്ന് പറയുന്ന റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അങ്ങനെയുള്ള രോഗികൾക്ക് റേഡിയേഷൻ എടുക്കാൻ പറ്റുകയില്ല. അങ്ങനെയുള്ളവരെ നമ്മൾ ഒഴിവാക്കിയേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ അസസ് ചെയ്യുമ്പോൾ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി കഴിഞ്ഞിട്ട് നല്ലൊരു കോസ്മെറ്റിക് റിസൾട്ട് കിട്ടുകയില്ല എന്ന് തോന്നുന്നവർ, അതായത് വലിയ ട്യൂമറും ചെറിയ ബ്രസ്റ്റും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമ്മൾ കൺസർവേഷൻ ട്രൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പേഷ്യൻ്റെ ചോയ്സാണ്. പേഷ്യൻ്റ് ബ്രസ്റ്റ് കൺസർവേഷൻ ചെയ്തിട്ട്
ജീവിതകാലം മൊത്തം പേടിച്ച് ബ്രസ്റ്റിലോട്ട് നോക്കിയിരിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ഒരിക്കലും എൻകറേജ് ചെയ്യരുത്. അങ്ങനെയുള്ളവർക്ക് മാസ്റ്റെക്ടമിയാണ് ഭേദം. ബ്രസ്റ്റ് ക്യാൻസർ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വളരെ യങ് ആയ ലേഡീസിൽ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ കാണുന്നു. ഇങ്ങനത്തെ ലേഡീസിന് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഒരുപാട് സൈക്കോളജിക്കൽ ബോഡി ഇമേജിൻ്റെ കുറേ നെഗറ്റീവായ എഫക്ട്സ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ ബ്രസ്റ്റ് പണ്ടത്തെ പോലെ ക്യാൻസർ സർജറി കഴിഞ്ഞിട്ട് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതിൽ പല പല ഓപ്ഷൻസ് ഉണ്ട്. സാർ പറഞ്ഞ പോലെ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ വലിയ ഒരു വോള്യൂം ലോസ് എന്നുവെച്ചാൽ ഓപ്പോസിറ്റ് ബ്രസ്റ്റിന് കാര്യം കമ്പയർ ചെയ്യുമ്പോൾ ഈ ബ്രസ്റ്റ് വളരെ ചെറുതായി പോയാൽ നമുക്ക് ആ പകുതി ബ്രസ്റ്റിന് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ബാക്കിൽ നിന്ന് ടിഷ്യൂ മസിലെല്ലാം കൊണ്ടുവന്നിട്ട് ആ ലേഡിയുടെ തന്നെ ബാക്കിൽ നിന്ന് ടിഷ്യൂ മസിലെല്ലാം കൊണ്ടുവന്നിട്ട് ഈ ബ്രസ്റ്റിന് ഓപ്പോസിറ്റ് ബ്രസ്റ്റിന് കമ്പാരിറ്റീവ് സെയിം ഷേപ്പ് സൈസിലാക്കാൻ പറ്റും. ഇപ്പോൾ സാർ പറഞ്ഞ പോലെ ടോട്ടൽ മാസ്റ്റെക്ടമി ആണെങ്കിൽ നമുക്ക് അതിനും കൂടെ റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇന്ത്യൻ ലേഡീസിൻ്റെ ബോഡി ഷേപ്പ് അനുസരിച്ച് അബ്ഡോമൻ ലോവർ അബ്ഡോമൻ സ്പെസിഫിക് ആയിട്ട് കുറേ എക്സസ് സ്കിന്ന് ഫാറ്റ് ഉണ്ടാവും, എസ്പെഷ്യലി പ്രഗ്നൻസി കഴിഞ്ഞിട്ട്. ഈ എക്സസ് സ്കിന്ന് ഫാറ്റ് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ബ്രസ്റ്റിലോട്ട് അതിന് ഷിഫ്റ്റ് ചെയ്തിട്ട് ബ്രസ്റ്റിൻ്റെ ഷേപ്പ് തന്നെ ആക്കിയിട്ട് ബ്രസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഈ ബ്രസ്റ്റ് ആ ലേഡിയുടെ സ്വന്തം ടിഷ്യൂ പോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു 2 വീക്സ് പേഷ്യൻ്റ് കുറച്ച് ബുദ്ധിമുട്ട് വേദന എല്ലാം കാണും. വെച്ചാൽ കുറേ സൈഡിൽ നമ്മൾ അബ്ഡോമൻ സർജറി ചെയ്യും, ബ്രസ്റ്റിൻ്റെ സർജറി ചെയ്യും. പക്ഷേ 2 വീക്സ് നോർമലായിട്ട് പോയാൽ ഈ ലൈഫ് ലോങ് ഈ ടിഷ്യൂ ഒരു കുഴപ്പം വരത്തില്ല. അതിന് വേണമെങ്കിൽ നമുക്ക് റേഡിയേറ്റ് കൂടെ ചെയ്യാൻ പറ്റും. ഈ ബ്രസ്റ്റിൻ്റെ അഡ്ജുവൻ ട്രീറ്റ്മെൻറ്റ്, റേഡിയേഷൻ, കീമോതെറപ്പി എടുക്കാൻ പറ്റും, റേഡിയേഷൻ എടുക്കാൻ പറ്റും. അതിലൊരു സൈഡ് എഫക്റ്റ് വരത്തില്ല. ചില ലേഡീസ് ഭയങ്കര തിന്നാണെങ്കിൽ, ഇപ്പോൾ ബോഡിയിൽ എവിടെ എക്സസ് സ്കിൻ ഫാറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് ഇംപ്ലാന്റ് വെച്ചിട്ട് ബ്രസ്റ്റിന് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഈ ബ്രസ്റ്റിൻ്റെ മസിൽ ചെസ്റ്റ് വാളിൻ്റെ മസിലിൻ്റെ അടിയിൽ നമ്മൾ ഇംപ്ലാന്റ് വെക്കും. ഓപ്പോസിറ്റ് സൈഡ് ബ്രസ്റ്റിൻ്റെ സെയിം ഷേപ്പ് സൈസിൻ്റെ ഇംപ്ലാന്റ് വെച്ചിട്ട് ബ്രസ്റ്റിന് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്രസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്യാൻ പല പല ഓപ്ഷൻസ് ഉണ്ട്. ക്യാൻസർ സ്റ്റേജ് അനുസരിച്ച്, ലേഡിയുടെ ബോഡി ഷേപ്പ് സൈസ് അനുസരിച്ച്, ചോയ്സ് അനുസരിച്ച് നമുക്ക് ബ്രസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ചില ലേഡീസ് ഭയങ്കര തിന്നായിരിക്കും, ബോഡിയിൽ എവിടെ എക്സസ് സ്കിന്ന് ഫാറ്റ് കാണത്തില്ല, നമുക്ക് അവിടെ ബ്രസ്റ്റ് സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ നമുക്ക് ബ്രസ്റ്റ് ഇംപ്ലാന്റ്, ഇതൊരു ഫോറിൻ ബോഡിയാണ്, പക്ഷേ ബോഡി എക്സെപ്റ്റ് ചെയ്യുന്ന ഫോറിൻ ബോഡിയാണ്. അപ്പോൾ അങ്ങനെ കണ്ടീഷൻസ് നമുക്ക് ബ്രസ്റ്റ് ഇംപ്ലാന്റ് വെച്ചിട്ട് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. മീൻസ് ബോഡിയുടെ ടിഷ്യൂ ആയിട്ട് നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ വേറെ എവിടെ ഒരു സർജറി വേണ്ടി വരും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അബ്ഡോമിൻ്റെ സ്കിൻ ഫാറ്റ് ആണെങ്കിൽ അബ്ഡോമിന് ഒരു സർജറി വേണ്ടി വരും. അപ്പോൾ ചില ലേഡീസിന് എക്സ്ട്രാ സർജിക്കൽ സ്കാർ സർജറി വേണ്ടെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് ഇംപ്ലാന്റ് തന്നെ വെച്ചിട്ട് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പേഷ്യൻറ്റ് വിഷ് ആൻഡ് ഡിസയർ ഈസ് ഓഫ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ലേഡിയുടെ ചോയ്സ് അനുസരിച്ചാണ് നമ്മൾ റീകൺസ്ട്രക്ഷൻ സർജറി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇംപ്ലാന്റ് ഒരു ഫോറിൻ ബോഡിയാണ്. അപ്പോൾ അതിന് നമുക്ക് റേഡിയേഷൻ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇതനുസരിച്ച് നമുക്ക് സർജറി, ബ്രസ്റ്റ് റിമൂവൽ സർജറി കഴിഞ്ഞിട്ട് റേഡിയേഷൻ്റെ നെസസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ബ്രസ്റ്റ് ഇംപ്ലാന്റ് വയ്ക്കാൻ പറ്റത്തില്ല. അത് മാത്രമേ ഉള്ളൂ ഒരു സിഗ്നിഫിക്കൻറ്റ് ഇത് കോൺട്രാഇൻഡിക്കേഷൻ നമുക്ക് ഇംപ്ലാന്റ് വെക്കാതെ സ്ഥിതി. അല്ലെങ്കിൽ ബാക്കി മിക്കവാറും എല്ലാ കണ്ടീഷനിലും നമുക്ക് ഇംപ്ലാന്റ് വെക്കാൻ പറ്റും. അത് ക്യാൻസറിൻ്റെ സ്റ്റേജ് അനുസരിച്ചാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അല്ലാതെ ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ, ഒരു ഹോസ്പിറ്റലിൽ അങ്ങനെയല്ല. നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പേഷ്യൻറ്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ 3ആയിട്ട് തരംതിരിക്കും. 1 ഏർലി സ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസർ, 2 ലോക്കലി അഡ്വാൻസ്ഡ് ബ്രസ്റ്റ് ക്യാൻസർ, 3ാമത്തത് മെറ്റാസ്റ്റാറ്റിക് ബ്രസ്റ്റ് ക്യാൻസർ. അതായത് ബ്രസ്റ്റ് വിട്ടിട്ട് ദൂരെയുള്ള അവയവങ്ങളിലോട്ടെല്ലാം സ്പ്രെഡ് ചെയ്തിരിക്കുന്നു. ലിവർ, ലങ്സ്, ബ്രെയിൻ, അങ്ങനെയുള്ളത്. ഇങ്ങനെ 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യത്തത് 2ഉം ക്യൂറബിളാണ്, ഏർലി സ്റ്റേജും ലോക്കലി അഡ്വാൻസ്ഡ് ബ്രസ്റ്റ് ക്യാൻസറും. അപ്പോൾ ഏർലി സ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസറിലാണ് നമ്മൾ ആദ്യം സർജറി ചെയ്തിട്ട് അനുബന്ധ ചികിത്സകൾ അതിന് പുറകെ ചെയ്യുന്നത്. അതേസമയം ലോക്കലി അഡ്വാൻസ്ഡ് ബ്രസ്റ്റ് ക്യാൻസർ ആ പേര് പറയുന്ന പോലെ തന്നെ വലിയ ട്യൂമറായിരിക്കും ബ്രസ്റ്റിൽ. പിന്നെ കക്ഷത്തിലൊക്കെ വലിയ കഴലകളായിരിക്കും. പിന്നെ ചിലപ്പോൾ സ്കിന്നിൽ അൾസറേഷൻ കാണും. അങ്ങനെയുള്ള സ്റ്റേജാണ് നമ്മൾ ലോക്കലി അഡ്വാൻസ്ഡ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ ആദ്യം സർജറി ചെയ്തു കഴിഞ്ഞാൽ ക്യാൻസർ ക്ലിയറൻസ് കിട്ടാൻ സാധ്യത കുറയും.
അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആദ്യം ഒരു 3-4 സൈക്കിൾ കീമോ എടുത്ത് ഈ സ്കിൻ ചേഞ്ചസ് എല്ലാം കുറച്ച്, ട്യൂമറിൻ്റെ വലിപ്പം കുറച്ച്, ഈ ആക്സിലയിലുള്ള ലിംഫ് നോഡിൻ്റെ വലിപ്പം കുറച്ച് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പേഷ്യൻ്റെ ഔട്ട്കം, ട്യൂമർ ക്ലിയറൻസ് എല്ലാം ബെറ്റർ ആയിരിക്കും. ഓവറോൾ സർവൈവലും ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ മൂന്നാമത്തത് കീമോ മാത്രം എടുക്കുന്ന ഒരു സിറ്റുവേഷൻ, അത് നമ്മൾ മെറ്റാസ്റ്റാറ്റിക് ബ്രസ്റ്റ് ക്യാൻസർ 4ാമത്തെ സ്റ്റേജിലുള്ള അങ്ങനെയുള്ളവരുടെ ശരീരത്തിൽ പല ഭാഗത്തോട്ടും സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഒരു ലോക്കൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് പേഷ്യൻറ്റിന് വലിയ ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ ശരീരം മൊത്തം ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ കീമോയ്ക്കിലോട്ട് മാത്രം പോകുന്നത്. ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ നമ്മൾ തീരുമാനിക്കുന്നത് ഏറ്റവും പ്രധാന കാര്യം പേഷ്യൻ്റെ ചോയ്സാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ഓങ്കോ സർജൻ്റെ കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ്, റിസെക്ഷനിൻ്റെ എല്ലാ ഫാക്ടേഴ്സ് നമ്മൾ കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ റീകൺസ്ട്രക്ഷൻ്റെ കാര്യം ചിന്തിക്കുന്നത്. അപ്പോൾ അത് ഒരിക്കൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യത്തില്ല. ക്യാൻസർ അഡ്വാൻസ് സ്റ്റേജ് ക്യാൻസർ ആണെങ്കിൽ നമ്മൾ പ്രൈമറി ആയിട്ട് റീകൺസ്ട്രക്ഷൻ ചെയ്യത്തില്ല. ക്യാൻസറിന് ഫുള്ളായിട്ട് ട്രീറ്റ് ചെയ്തിട്ടേ റീകൺസ്ട്രക്ഷൻ ചെയ്യത്തുള്ളൂ. ഏർലി ഡിസീസിൽ മാത്രമേ നമ്മൾ പ്രൈമറി ആയിട്ട് റീകൺസ്ട്രക്ട് ചെയ്യുന്നു. അപ്പോൾ ക്യാൻസർ റീകൺസ്ട്രക്ഷൻ ഒരിക്കൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തു. നമുക്ക് റീകൺസ്ട്രക്ഷൻ പ്രൈമറി ആയിട്ട് ചെയ്യാൻ പറ്റും. അതനുസരിച്ച് ക്യാൻസർ റിസെക്ഷൻ സർജറിയുടെ കൂടെ തന്നെ. അപ്പോൾ അത് ഒരു സർജറി തന്നെ ആയിരിക്കും. പേഷ്യൻറ്റിന് അത് മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്നത് അങ്ങനെയാണ്. സിംഗിൾ സർജറി, സിംഗിൾ അനസ്തീസിയ ആയിരിക്കും. സൈക്കോളജിക്കലി പേഷ്യൻറ്റിന് നെഗറ്റീവായ എഫക്ട്സ് എല്ലാം കുറയും. അപ്പം പേഷ്യൻറ്റിന് ബോഡി ഇമേജ് ഇഷ്യൂ ഒരിക്കൽ കാണത്തില്ല. പേഷ്യൻ്റ് അണ്ടർ അനസ്തീസിയ പോകുമ്പോൾ ബ്രസ്റ്റ് കാണും, ഔട്ട് ഓഫ് അനസ്തീസിയ വരുമ്പോൾ നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്ത ബ്രസ്റ്റ് കാണും. അപ്പോൾ സൈക്കോളജിക്കലി അത് പേഷ്യൻറ്റിന് മാക്സിമം ബെനിഫിറ്റാണ് കിട്ടുന്നത്. പക്ഷേ ചില പേഷ്യൻ്റ് അഡ്വാൻസ് ആയിട്ട് ഡിസീസ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രൈമറി ആയിട്ട് റീകൺസ്ട്രക്ട് ചെയ്യത്തില്ല. അത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത ശേഷം ഒരു 6 മാസം വെയിറ്റ് ചെയ്തിട്ട് സെക്കൻഡറി ആയിട്ട് നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യും. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റും.